നിങ്ങളൊരു വ്യായാമം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കൗട്ട് ജിമ്മിലേക്ക് വരാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടും നിങ്ങൾ വർക്കൗട്ടിനെ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പലരും ഇപ്പോഴും ഇത് മനസ്സിലാക്കിയിട്ടില്ല, പലരും ഇത് ചെയ്യുന്നുമില്ല. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ അത്ലറ്റ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഫുട്ബോൾ പ്ലെയർ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, അങ്ങനെ പല സ്പോർട്സ് ആക്ടിവിറ്റിയിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് ഒരുപാട് വാർത്തകളായിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം അത്ലറ്റുകൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹിഡൻ ഇഷ്യൂസ് ഉണ്ടാവും, ശരീരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അത് അറിയാതെ പോവുകയും അവർ ആ വർക്കൗട്ട് കഠിനമായിട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഈ ഒരു പ്രശ്നം ബാധിക്കുകയും, ഉദാഹരണത്തിന് അവിടെ ഹാർട്ടിന് സ്ട്രെയിൻ വരിക അല്ലെങ്കിൽ ബ്രെയിനിന് സ്ട്രെയിൻ വരിക, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമൂലമാണ് അവർക്ക് കാർഡിയാക് അറസ്റ്റ്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവർക്കും വരാം, ഈ പ്രശ്നവും എല്ലാവർക്കും സംഭവിക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് ബേസിക് ഹെൽത്ത് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ BMI ആൻഡ് ബോഡി കോമ്പോസിഷൻ. ബ്ലഡ് പ്രഷർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറവായിരിക്കാം, കൂടുതലായിരിക്കാം, പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കി വെക്കണം. പിന്നെ വരുന്നത് BMI, ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, ബോഡി മാസ് ഇൻഡെക്സ്. പിന്നെ ഞാൻ പറഞ്ഞതാണ് ബോഡി കോമ്പോസിഷൻ. ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ്, മസിൽസിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ലെവൽ, ഇതൊക്കെയാണ് ബോഡി കോമ്പോസിഷനിൽ വരുന്നത്. അപ്പം ബേസിക് ഹെൽത്ത് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് ബ്ലഡ് ടെസ്റ്റ്. അതിൽ വരുന്നതാണ് CBC ടെസ്റ്റ്, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് എന്ന് പറയും. CBC ടെസ്റ്റ് വഴി നമുക്ക് ശരീരത്തിലെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ, ഇതിനൊക്കെ കൗണ്ട് അറിയാൻ സാധിക്കും. അതുവഴി ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അനീമിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റിൽ വരുന്ന അടുത്ത ടെസ്റ്റാണ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്. അതുവഴി ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇതും പ്രധാനപ്പെട്ടതാണ്. അടുത്തതായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, അതായത് ശരീരത്തിലെ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. LDL, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്, HDL, ഇതിന്റെ അളവെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നോർമൽ ലെവലാണോ എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് വരുന്നതാണ് ഹാർട്ട് ആൻഡ് ലങ് ടെസ്റ്റ്. ഈ സെക്ഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ECG എടുത്തുകൊണ്ട് ഹാർട്ടിന്റെ റിതം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ECGയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം മാത്രം ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെ വരുന്ന അടുത്തതാണ് TMT ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും. അതിന് തന്നെ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്, അതുപോലെ തന്നെ എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവഴി ഹൃദയത്തിന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ തന്നെ വരുന്ന ലങ്സിനുള്ള ടെസ്റ്റാണ് PFT ടെസ്റ്റ്, അതായത് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ഇതുവഴി നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻട്രൻസ് ട്രെയിനിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമതായിട്ട് വരുന്നതാണ് കിഡ്നി ആൻഡ് ലിവർ ഫംഗ്ഷൻ. ഇതിൽ വരുന്നതാണ് KFT ടെസ്റ്റ്, അതായത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. ഇതുവഴി നമുക്ക് കിഡ്നി എത്രത്തോളം ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ LFT ടെസ്റ്റ്, അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഇതുവഴി നമുക്ക് ലിവർ എത്രത്തോളം ഹെൽത്തിയാണ്, ലിവർ ഹെൽത്തിയാൽ മാത്രമാണ് നമുക്ക് മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കുക, അതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമതായിട്ട് വിറ്റാമിൻ ആൻഡ് ഹോർമോൺ ലെവൽ. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ വിറ്റാമിൻ D, അതുപോലെ തന്നെ വിറ്റാമിൻ B12 പരിശോധിക്കണം. ഇത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് മസിൽ വീക്ക്നെസ്, അതുപോലെ തന്നെ ഫെറ്റീഗ്, ഇതൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടും. ഹോർമോണിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ തൈറോയ്ഡ് ഹോർമോൺ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം, T3, T4, TSH. അതേപോലെ തന്നെ കോർട്ടിസോൾ ലെവലും ടെസ്റ്റോസ്റ്ററോൺ ലെവലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നിങ്ങളുടെ മസിൽ ഗ്രോത്തിനും റിക്കവറിക്കും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അവസാനത്തത് ജോയിന്റ് ആൻഡ് മസിൽ ഹെൽത്ത്. അതിൽ വരുന്നതാണ് ബോൺ ഡെൻസിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ എക്സ്റേ, MRI പോലുള്ളത്. എക്സ്റേ, MRI ഒക്കെ നിങ്ങൾക്ക് പ്രീവിയസ് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ടിനെ പ്രൊഫഷണലായിട്ടും സീരിയസ് ആയിട്ടും കാണുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഒരു ഡോക്ടറുടെ കീഴിൽ നിർബന്ധമായിട്ടും പരിശോധനയ്ക്ക് ശേഷം മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ദിസ് ഈസ് വിപിൻ സൈനിങ് ഓഫ്.